Hi guys, welcome back. Day 3 of my new journey, D-Walk. നമ്മളിപ്പോൾ ഇന്നലെ പഠിച്ചതെന്ന് വെച്ചാൽ പാറ്റേൺ ഡ്രോ ചെയ്യുക. 1 സ്റ്റാർ, ദെൻ നെക്സ്റ്റ് ലൈൻ 2 സ്റ്റാർ, നെക്സ്റ്റ് ലൈൻ 3 സ്റ്റാർ, അങ്ങനെയൊക്കെ ഉള്ളതാണ് നമ്മൾ പഠിച്ചത്. ദെൻ ഇന്ന് പഠിക്കാൻ പോകുന്നത് വെച്ചാൽ അതിനെങ്ങനെ റിവേഴ്സ് ചെയ്യാം. നമ്മൾ നമ്പേഴ്സ് ഓഫ് റോസ് എന്നറിയാം. ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ ഒരു 10 വിചാരിച്ചോ. അപ്പോൾ 10 സ്റ്റാർ ഫസ്റ്റ് വരിക, ദെൻ 9 വരിക, ദെൻ 8 വരിക. അങ്ങനെ നേരത്തെ ഉണ്ടാക്കിയ ഈ പാറ്റേൺ റിവേഴ്സ് ചെയ്യാൻ ഉണ്ടാക്കുന്നുള്ളതാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ദെൻ ഫസ്റ്റ് ഗോൾഡ് പറഞ്ഞാൽ എന്നറിയാം, എങ്ങനെയായാലും രണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ 2 ഫോർ ലൂപ്പ് വെച്ചിട്ട് ചെയ്യുന്നതാണ് കാര്യങ്ങൾ. അപ്പോൾ മറ്റെങ്ങനെ ഫസ്റ്റ് നമ്മൾ പാറ്റേൺ പ്രിന്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഫോർ ലൂപ്പ് എന്ന് പറയുക, ആ റോസ് എത്ര റോസ് ഉണ്ടെന്നുള്ള ഇൻപുട്ട് കൊടുക്കാം ഫസ്റ്റ്. ദെൻ ഫസ്റ്റ് ഫോർ ലൂപ്പ് ഡിക്ലെയർ ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് ഫോർ ലൂപ്പ് ഡിക്ലെയർ ചെയ്യുന്നു. അതിൽ ഒരു വേരിയബിൾ യൂസ് ചെയ്യുന്നു വെച്ചാൽ ലൂപ്പ് വേരിയബിളായി. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ എടുത്തത് ഐ ആണ്. അതിനെന്തായി ഫസ്റ്റ് ഇനീഷ്യലൈസ് ചെയ്യാം. i=0 എന്ന രീതിയിൽ ഇനീഷ്യലൈസ് ചെയ്ത് ദെൻ അത് റോനേക്കാളും ലെസ് ദാൻ റോനേക്കാളും ചെറുതാണ് ചെക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക, ദെൻ അതിനുശേഷം ഒരു അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് i++ കൊടുത്തേക്ക്. പക്ഷേ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ പറയുക 0 വെച്ചിട്ട് i++ ദെൻ അപ്ഡേറ്റ് ആവുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിലെ ബോഡി ഓഫ് ലൂപ്പായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഫസ്റ്റ് ഫോർ ലൂപ്പിൻ്റെ ബോഡി ഓഫ് ലൂപ്പായിട്ട് നമ്മൾ കൊടുക്കുന്നത് പിന്നെ വേറെ ഫോർ ലൂപ്പ് തന്നെയാണ്. ആ ഫോർ ലൂപ്പിൽ സെക്കൻഡ് ലൂപ്പിൽ എന്താ പറയുക വേറൊരു ലൂപ്പ് വേരിയബിൾ കൂടി നമ്മൾ കൺസിഡർ ചെയ്യും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജെ ആണ്. അതിനെ ഫസ്റ്റ് 0 ആയിട്ട് വെക്കുന്നത്. ദെൻ നമ്മൾ ഫസ്റ്റ് ലൂപ്പിൽ എടുത്തായി അതിനേക്കാളും ചെറുതാണോ അല്ലെങ്കിൽ ഈക്വൽ ആണോ ജസ്റ്റ് ചെക്ക് ചെയ്യുക. പിന്നെ അതിലൊന്ന് കൂട്ടുക. ദെൻ പ്രിന്റ് 1 സ്റ്റാർ, ഇപ്പോൾ 1 സ്റ്റാർ പ്രിന്റ് ആവും. ദെൻ സെക്കൻഡ് ഫോർ ലൂപ്പ് തന്നെ ഒന്നുകൂടിയും ചെക്ക് ചെയ്യും വെച്ചാൽ j=1 ആയിരിക്കും. അപ്പോൾ j=1 എന്നിട്ട് j >= ഫസ്റ്റത്തെ വെച്ചാൽ j=0 തന്നെ ആയിരിക്കും. അതിൻ്റെ ഔട്ട്പുട്ടിനാണ് വരിക. അപ്പോൾ 1 സ്റ്റാർ പ്രിന്റ് ചെയ്യും. ദെൻ ഒന്ന് കൂടിയിട്ട് j++ ആവും. പ്ലസ് എന്ന് വെച്ചാൽ 1 0 1 8 ദെൻ വെച്ചാൽ 1 ആണോ അപ്ഗ്രേഡ് ആയി 1 ആയി. അപ്പോൾ പിന്നെയും ചെക്ക് ചെയ്ത് പിന്നെ അപ്പോൾ സെക്കൻഡ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ ലൂപ്പിൽ നിന്ന് പുറത്ത് വരും. സെക്കൻഡ് ലൂപ്പിൽ നിന്ന് പുറത്ത് വെച്ചാൽ ഫസ്റ്റ് ലൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ വെച്ചാൽ /n ആണ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ലൂപ്പിൽ പിന്നത്തെ. അപ്പോൾ ഒരു വരി താഴോട്ട് പോകും. പിന്നെ എന്താ ഫസ്റ്റ് ലൂപ്പ് തന്നെ ചെക്ക് ചെയ്യും. അപ്പോൾ അത് 0 1 ആവും. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫോർ ലൂപ്പിൽ അങ്ങനെ പോയിട്ടാണ് ഫസ്റ്റത്തെ ചെയ്യുന്നത്. അത് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ലൂപ്പിൽ ഒരു മാറ്റം വരുത്തണ്ട. നമ്മൾ ഫോർ എക്സാമ്പിൾ നേരത്തെ ലൂപ്പ് വേരിയബിൾസ് ടോട്ടൽ നമ്മൾ 2 എടുത്ത് റോസിന് വേണ്ടി ഒരു വേരിയബിൾ ഉണ്ടാക്കി. ഞാൻ ടോട്ടൽ 3 ആണ് ഫസ്റ്റ് യൂസ് ചെയ്തത്. പക്ഷേ ഇൻ ദിസ് കേസ് റിവേഴ്സ് ആക്കുമ്പോൾ ഇവിടെ ടോട്ടൽ 4 വേരിയബിൾസ് യൂസ് ചെയ്യും. വെച്ചാൽ ഒന്ന് റോസ് ആയിട്ട് യൂസ് ചെയ്യും, 2 പിന്നെ ലൂപ്പ് വേരിയബിൾ, പിന്നെ ഒന്നൊരു കെ. ഫോർ എക്സാമ്പിൾ കെ കൊടുത്തു വെച്ചാൽ ആ റോസ് നമ്പർ ഓഫ് റോസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വേറെ വേരിയബിൾ. വെച്ചാൽ ഫസ്റ്റ് ലൂപ്പിൽ ഒരു മാറ്റമില്ല. അവിടെ നേരത്തെ കൊടുത്തതിൽ i=<= റോസ് ആണ്. പക്ഷേ ഇൻ ദിസ് കേസ് നമുക്ക് ഫസ്റ്റത്തെ ലാസ്റ്റ് ഒരു 1 സ്റ്റാർ പ്രിന്റ് ചെയ്യണം. വെച്ചാൽ ലാസ്റ്റ് റിവേഴ്സ് ആകുമ്പോൾ ലാസ്റ്റ് ഒരു 1 സ്റ്റാർ പ്രിന്റ് ചെയ്യണ്ടേ. അപ്പോൾ അതിനുവേണ്ടി <= കൊടുക്കണം. അല്ലെങ്കിൽ > കൊടുക്കാണ്ട് ലെസ് മാത്രം കൊടുത്താൽ ലാസ്റ്റത്തെ 1 സ്റ്റാർ മാത്രം പ്രിന്റ് ചെയ്യില്ല, 2 വരെയാണ് ലാസ്റ്റ് പ്രിന്റ് ചെയ്യുക. അതിന് ഈക്വൽ കൊടുത്തിട്ട് നെക്സ്റ്റ് വെച്ചാൽ അതിൻ്റെ ലൂപ്പിൻ്റെ ഉള്ളിലുള്ള സെക്കൻഡ് ലൂപ്പിൽ നേരത്തെ കൊടുത്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കൊടുക്കാം. ഫസ്റ്റ് ലൂപ്പ് വേരിയബിളായിട്ട് ജെ തന്നെ ഡിക്ലെയർ ചെയ്ത് ദെൻ j=0 കൊടുക്കാൻ j=k എന്നുവെച്ചാൽ ഫസ്റ്റ് നമ്പർ ഓഫ് റോസ് നമ്മൾ k വേരിയബിളാണ് സ്റ്റോർ ചെയ്തത്. j=k കൊടുക്കുക. എന്നിട്ട് j > i എന്നുവെച്ചാൽ ഫസ്റ്റ് ലൂപ്പിൽ കൊടുത്ത ഇതുണ്ട് എന്താ പറയുക i, അതിനേക്കാളും ഗ്രേറ്റർ ആണോ നോക്കാം. ഗ്രേറ്റർ ആണെങ്കിൽ j - -1 വെച്ചാൽ അപ്ഡേഷൻ തന്നെ കുറക്കാം. അത് ഇതേ കൊടുത്താൽ അപ്പോൾ ഒരു സ്റ്റാർ പ്രിന്റ് ചെയ്യാം. അപ്പോൾ വെച്ചാൽ > ആയതുകൊണ്ട് നമ്മളെന്താ പറയുക ഫസ്റ്റ് കൊടുത്തത് വെച്ചാൽ അതിനനുസരിച്ച് തന്നെ അത്രയും പ്രാവശ്യം എന്താ പറയുക
കറങ്ങിയിട്ട് ഇപ്പോൾ നമ്മൾ 10 നമ്പർ ഓഫ് റോസ് കൊടുത്തെങ്കിൽ ഫസ്റ്റ് 10 തന്നെ പ്രിന്റ് ചെയ്യും. ദെൻ ഒന്ന് കുറയാണല്ലോ ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് കുറഞ്ഞ് 0 എത്തുമാണ് നിർത്തുക. അങ്ങനെ അപ്പോൾ ഈ ലൂപ്പിൽ നിന്ന് പുറത്തായി. അപ്പം അങ്ങനെ വന്ന് അപ്പോൾ റിവേഴ്സായിട്ട് നമുക്ക് പാറ്റേൺ ലഭിക്കും. അതിനുള്ള എന്താ പറയുക, ഞാൻ എൻ്റെ പ്രോഗ്രാം കറക്റ്റ് കൊടുത്ത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇങ്ങനെയാണ് മനസ്സിലാക്കിയോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ബട്ട് എൻ്റെ രീതി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു. നെക്സ്റ്റ് വീഡിയോയിൽ മനസ്സിലായില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ എന്തായാലും അതിൻ്റെ പ്രോഗ്രാമും ഔട്ട്പുട്ട് നല്ല വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. താങ്ക്സ്. ഓക്കെ, ബൈ.